നാളെയല്ലേ വിഷു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ്ഡ് ഹാപ്പി വിഷു. 2 വർഷം മുമ്പുള്ള കേരള ബോക്സ് ഓഫീസ് വിഷു ഓർമ്മയുണ്ടോ? ഇറ്റ് വാസ് ആവേശം വേഴ്സസ് വർഷങ്ങൾക്ക് ശേഷം ബാംഗ്ലൂർ വേഴ്സസ് ചെന്നൈ, എടാ മോനെ വേഴ്സസ് ജ്ഞാപകം. അപ്പൊ ക്ലാഷ് തുടങ്ങുന്നതിന് മുൻപ് എൻ്റെ ഒരു നിഗമനത്തിൽ VS കുറച്ചൊരു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു. തീർച്ചയായും അതിന്റെ പ്രധാന കാരണം സംവിധായകന്റെ പേര്, ഇതേ ആക്ടറോടൊത്തുള്ള സംവിധായകന്റെ പ്രീവിയസ് മൂവി. ഓൺ ദി അതർ ഹാൻഡ് ജിത്തു മാധവന്റെ രോമാഞ്ചവും ഒരു ഹിറ്റായിരുന്നു. പക്ഷെ അത് എല്ലാതരം പ്രേക്ഷകർക്കും സ്വാലോ ചെയ്യാൻ കഴിയുന്ന ഒരു പടമായിരുന്നില്ല. പിന്നെ അപ്പുറത്ത് പടത്തിന്റെ മുഴുവൻ കാസ്റ്റ് റിവീൽ ചെയ്യുമ്പോൾ അതിന്റെ ഏറ്റവും താഴെ നിവിൻ പോളി എന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് വർഷങ്ങൾക്ക് ശേഷം വിനീത് നിവിൻ കൂട്ടുകെട്ട്. അങ്ങനെ ആകെ മൊത്തം നോക്കുമ്പോൾ ക്ലാഷ് തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് ഒരു പൊടിക്ക് അപ്പർ ഹാൻഡ് VS തന്നെയായിരുന്നു. പക്ഷെ ഒടുക്കം ക്ലാഷ് തുടങ്ങിയപ്പോൾ കളി മാറി. എനിവേസ്, ആവേശത്തിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഞാൻ ഇതങ്ങ് പറയാം. കാര്യം ഹൃദയം തിയേറ്ററിൽ ഒരു ഹിറ്റ് ചിത്രമായിരുന്നെങ്കിലും പിൽക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ അതിന് ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതേ പരിപാടി വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് നേരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ദ ഫാക്ട് ഈസ്, ആ സിനിമ ഏതാണ്ട് 80 കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, കൂടുതൽ ആളുകൾ അത് വന്ന് കണ്ടില്ലെങ്കിൽ കളക്ഷൻ അത്രയും കയറുമോ? ഇല്ല. അപ്പോ പടം ക്രിഞ്ച് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ആ സിനിമയും കുറെ കാലം തിയേറ്ററിൽ ഉണ്ടായിരുന്നു. അതൊരു വിജയിച്ച പടവുമാണ്. പലർക്കും ഈ ഒരു കാര്യം അംഗീകരിക്കാൻ ഒരു മടി ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി ആവേശത്തിലേക്ക് വരാം. ആദ്യം തന്നെ ഈ ഒരു സംവിധായകന്റെ രോമാഞ്ചം എന്ന സിനിമ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം അതിന്റെ ആ ഒരു ബാംഗ്ലൂർ പശ്ചാത്തലമായിരുന്നു. കുറച്ചു കാലം ബാംഗ്ലൂരിൽ ജീവിച്ച ഒരാൾക്ക് ആ സ്ഥലവും ആ സ്ഥലത്തെക്കുറിച്ചുള്ള മെമ്മറിയും ഒരിക്കലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല. ബിക്കോസ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ആൻഡ് അതേ ബാംഗ്ലൂർ പശ്ചാത്തലത്തിലായിരുന്നു ഈ ഒരു സിനിമയും. ആൻഡ് ഇവിടെ പറയുന്നത് ഒരു കൂട്ടം സ്റ്റുഡൻസിന്റെ കഥയും. ഞാനും ബാംഗ്ലൂരിലെത്തിയത് ഒരു സ്റ്റുഡന്റായി തന്നെയായിരുന്നു. സോ ഇവർ ഈ പടത്തിൽ കാണിക്കുന്ന പല സംഗതികളും, അതായത് ബാംഗ്ലൂരിൽ ഒരു കോളേജിൽ എത്തുന്നത്, അഡ്മിഷൻ എടുക്കുന്നത്, ഹോസ്റ്റലിൽ നിൽക്കാതെ പുറത്തു പോയി റൂം എടുക്കുന്നത്, സീനിയേഴ്സുമായിട്ടുള്ള പരിപാടികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹൈലി റിലേറ്റബിൾ ആയിരുന്നു. ആൻഡ് ഐ ഡോണ്ട് ഡ്രിങ്ക്, നെയ്തർ ഐ സ്മോക്ക്. ഇത് രണ്ടിനും ഞാൻ എതിരാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും എന്റെ കോളേജിന്റെ പരിസരത്തുള്ള ഒരുപാട് ലോക്കൽ ബാറുകളിൽ ഞാൻ പോയി ഇരുന്നിട്ടുണ്ട്. ബിക്കോസ് മൈ ഫ്രണ്ട്സ് യൂസ് ടു ബി ദർ. ആൻഡ് മദ്യപിക്കാത്ത ഒരാളെ നിർബന്ധിക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം എന്റെ കൂട്ടുകാർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഐ വാസ് ഓക്കെ ഗോയിങ് ദർ ആൻഡ് ബീങ് വിത്ത് ദം. അപ്പൊ അന്ന് ഞാൻ കടന്നുപോയ അതേ അറ്റ്മോസ്ഫിയറിലുള്ള പല കാര്യങ്ങളും ഈ പടത്തിൽ കണ്ടത് എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി ആയിരുന്നു. ഇനി ഈ പടത്തിലെ ഹീറോയെയും അംബാനെയും കുറിച്ചൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ എനിക്ക് വിഷമം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സീരിയസ് റോളുകൾ ഫഹദ് ചെയ്യും, അതൊരു പുതിയ വിഷയമല്ല. എന്നാൽ ഒരു പ്രോപ്പർ കൊമേഴ്സ്യൽ സിനിമയ്ക്ക് വേണ്ട ഏറ്റവും മെയിൻ 2 എലമെന്റുകളാണ് കോമഡിയും ആക്ഷനും ഒക്കെ. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ ഒത്തണിങ്ങിയ ഇതുപോലൊരു സിനിമയൊക്കെ ചെയ്ത പുള്ളി ഇതിനുശേഷം മലയാളത്തിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷമാവുകയായിരുന്നു. മറ്റ് ലാംഗ്വേജുകളിൽ പുള്ളിക്ക് എത്ര പ്രോമിനന്റ് റോളുകൾ കിട്ടിയെന്ന് പറഞ്ഞാലും അവരാരും പുള്ളിയെ പിടിച്ച് പ്രോപ്പർ നായകനാക്കില്ലല്ലോ. സോ ഹി ഷുഡന്റ് ഹാവ് ഡൺ ദാറ്റ്. പിന്നെ മറ്റൊരു കാര്യം, ഈ പടത്തിന്റെ സെക്കൻഡ് ഹാഫ് ഭയങ്കര ലാഗ് ആണെന്നുള്ളൊരു റിവ്യൂ അന്നുണ്ടായിരുന്നു. ആൻഡ് ആരാ റിവ്യൂ ഉണ്ടാക്കിയതെന്ന് ഞാൻ പറയണ്ടല്ലോ. പക്ഷെ എനിക്ക് ആ പടം കണ്ടപ്പോൾ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ സെക്കൻഡ് ഹാഫ് പെർഫെക്റ്റ് ആയിരുന്നു. കാരണം നമ്മളൊരു അന്യനാട്ടിൽ പോയി അവിടുത്തെ ഒരു മഹാഗുണ്ടയുമായിട്ട് കമ്പനി ആയാൽ മേ ബി 1 തവണയും 2 തവണയും ഒക്കെ നമുക്ക് അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടാവാം. പക്ഷെ എപ്പോഴും കാര്യങ്ങൾ സ്മൂത്ത് ആയി പോയിക്കൊള്ളണമെന്നില്ല. അയാളുടെ പശ്ചാത്തലം ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ നമുക്കൊരു ബാധ്യതയായി മാറും. ഈ ഒരു സംഗതിയാണ് ഈ പടത്തിന്റെ സെക്കൻഡ് ഹാഫിൽ നല്ല വൃത്തിക്ക് കാണിച്ചിട്ടുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ആവേശം സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.